നമസ്കാരം. CMRL എക്സാലോജിക് തട്ടിപ്പിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന് സുപ്രധാന പങ്കെന്ന് SFIO റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അന്വേഷണം വിദേശത്തേക്ക് കൂടി നീളാനുള്ള സാധ്യത തെളിയുകയാണ്. അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിൽ എക്സാലോജിക്കിന് അക്കൗണ്ട് ഉണ്ട് എന്നും അതിലൂടെ PwC, SNC ലാവ്ലിൻ കമ്പനികളിൽ നിന്ന് കോടിക്കണക്കിന് രൂപ കൈമാറ്റം ചെയ്യപ്പെട്ടു എന്നും ഷോൺ ജോർജ് ആരോപിച്ചു. ഷോണിന്റെ അവകാശവാദങ്ങൾ പ്രകാരം എക്സാലോജിക് കൺസൾട്ടിംഗ് മീഡിയ സിറ്റി UAE എന്ന പേരിലുള്ള അക്കൗണ്ട് മുഖ്യമന്ത്രിയുടെ മകൾ വീണയും മുൻ ബന്ധു M സുനീഷും അക്കൗണ്ട് ഉടമകളായി പട്ടികപ്പെടുത്തിയിട്ടുള്ളതാണ്. കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുകൾ ഈ അക്കൗണ്ട് വഴിയാണ് നടന്നത് എന്നും ആരോപിക്കപ്പെടുന്നു. 2020 കരാർ കാലാവധി അവസാനിക്കുന്നതുവരെ PwCയിൽ നിന്നും ഫണ്ട് നിക്ഷേപിച്ചു. പണം അമേരിക്കൻ അക്കൗണ്ടുകളിലേക്ക് മാറ്റി. അക്കൗണ്ടിലെ ഫണ്ടുകൾ CMRL ഉൾപ്പെടെയുള്ള ഇടപാടുകളുമായി ബന്ധിപ്പിക്കാമെന്നും ഷോൺ ജോർജ് ആരോപിച്ചു. ഈ അക്കൗണ്ടുകളെ കുറിച്ച് സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഷോൺ ജോർജ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. അക്കൗണ്ടിലേക്ക് SNC ലാവ്ലിന്റെ അക്കൗണ്ടിൽ നിന്നും എത്തിയത് $3.30 ലക്ഷം ആണ് എന്നും മുഖ്യമന്ത്രിയുടെ മകൻ ജോലി ചെയ്യുന്നത് ഇതേ ബാങ്കിലാണ് എന്നും ഷോൺ പറയുന്നു. അക്കൗണ്ട് സംബന്ധിച്ച് വിശദമായ അന്വേഷണം വേണമെന്ന് കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയം, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് എന്നിവയോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. SFIO അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള തന്റെ ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളതിനാൽ അക്കൗണ്ട് വിവരങ്ങൾ ഹൈക്കോടതിയെയും അറിയിച്ചതായി ഷോൺ ജോർജ് പറഞ്ഞു. ഷോൺ ഉന്നയിക്കുന്ന പ്രധാന ആരോപണങ്ങൾ ഇവയാണ്. ഒന്നാമതായി, മുഖ്യമന്ത്രിയുടെ മകളുടെ ഈ അക്കൗണ്ടിലെ ശരാശരി ബാലൻസ് 10 കോടി രൂപയിൽ അധികമായിരുന്നു. 8 വർഷത്തിലേറെയായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് നടക്കുന്ന കമ്മീഷൻ, മാസപ്പടി അഴിമതിയിലൂടെ ലഭിക്കുന്ന തുക ഈ അക്കൗണ്ടിലേക്കാണ് എത്തിയിരുന്നത്. അക്കൗണ്ടിലെ പണത്തിൽ 90% US-ലെ അക്കൗണ്ടുകളിലേക്കാണ് പോയത്. കരിമണൽ കടത്തുമായി ബന്ധപ്പെട്ട തുകയും ഈ അക്കൗണ്ടിൽ എത്തിയിട്ടുണ്ട്. 2016-2019 40,000 കോടി രൂപയുടെ കരിമണൽ തോട്ടപ്പള്ളിയിൽ നിന്നും മാത്രം കടത്തിയിട്ടുണ്ട്. CMRLന്റെ ഇതുവരെയുള്ള കണക്കുകൾ പരിശോധിച്ചു നോക്കിയാൽ പരമാവധി 700 കോടി രൂപയുടെ ഇടപാടുകളാണ് കാണാനാവുക. ശേഷിക്കുന്ന തുക എവിടെ പോയി എന്ന സമഗ്ര അന്വേഷണം വേണം. സംസ്ഥാന സർക്കാരുമായി സഹകരിച്ചിരുന്ന 2018 ഡിസംബർ മുതൽ 2020 നവംബർ 30 വരെയാണ് പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ് ഈ അക്കൗണ്ടിലേക്ക് പണം നിക്ഷേപിച്ചത്. അക്കൗണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരങ്ങളുമായി 1999 മുതൽ ലാവ്ലിനുമായി മുഖ്യമന്ത്രിക്കുള്ള ബന്ധത്തെയും ഇപ്പോൾ ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന മസാല ബോണ്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെയും കൂട്ടി വായിക്കണം. ആരോപണങ്ങൾ തെറ്റാണ് എങ്കിൽ മുഖ്യമന്ത്രി തനിക്കെതിരെ മാനനഷ്ട കേസ് കൊടുക്കട്ടെ എന്നും ഷോൺ ജോർജ് വെല്ലുവിളിച്ചിരുന്നു. BJP ദേശീയ സംസ്ഥാന നേതൃത്വങ്ങളുടെ അറിവോടെ തന്നെയാണ് ഈ വിഷയത്തിൽ താൻ ഇടപെടുന്നത് എന്നും അദ്ദേഹം വ്യക്തമാക്കി. എന്തായാലും ഈ സാഹചര്യത്തിൽ അന്വേഷണം വിദേശത്തേക്ക് കൂടി നീളാനുള്ള വഴി തെളിയുകയാണ്. അതേസമയം എക്സാലോജിക് കേസിൽ തുടർ നടപടികളിൽ സാങ്കേതിക തടസ്സം നേരിട്ട ED ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ്. അന്വേഷണത്തിന്റെ ഭാഗമായി വീണ വിജയൻ അടക്കമുള്ളവരുടെ മൊഴിയും രേഖകളും ആവശ്യപ്പെട്ടുകൊണ്ട് എറണാകുളം സെഷൻസ് കോടതിയിൽ ED അപേക്ഷ നൽകിയിരുന്നു. എന്നാൽ ഉടൻ തന്നെ രേഖകൾ നൽകാൻ ആവില്ല എന്നായിരുന്നു വിചാരണ കോടതിയുടെ മറുപടി. ഇതിനെതിരെയാണ് ED ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നത്.